എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹെർബ്സ്, ശ്രബ്സ്, ട്രീസ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം, ഇത് നമ്മുടെ പരീക്ഷയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് കൂടിയാണ്. നമ്മൾ ഇന്നലെ ഈ പദങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. ഹെർബ്സ്, ഷർബ്സ്, ട്രീസ് പദങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കിടക്കാം. ആദ്യത്തെ സെക്ഷൻ വൊക്കാബുലറി ആണ്. പേജ് 12 വാക്കുകളാണ്. വൈൻ പ്ലാന്റ്, വള്ളിച്ചെടികൾ. ക്രീപ്പേഴ്സ് എന്നുള്ള വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്രീപ്പർ, ഇഴവള്ളികൾ എന്നുള്ള അർത്ഥത്തില്. അത് തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ക്രീപ്പർ, ഇഴവള്ളികൾ. സ്പ്രെഡ്, പടരുക. അപ്വേർഡ്, അപ്വേർഡ് മേലോട്ട്. അപ്പ് എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് ഡൗൺ, ഡൗൺവേർഡ്. അപ്വേർഡ്, ഡൗൺവേർഡ്. ഫോർവേഡ്, ബാക്ക്വേർഡ്, മുന്നോട്ട് പിന്നോട്ട്. ഫോർവേഡ് മുന്നോട്ട്, ബാക്ക്വേർഡ് പിന്നോട്ട്. സറൗണ്ടിങ്സ്, ചുറ്റുപാട് എന്നുള്ളതാണ്. ഈ ഇന്നത്തെ വൊക്കാബുലറികൾ എഴുതിയെടുക്കുക. GK ചോദ്യം, ഇന്നത്തെ GK ചോദ്യം. വെൻ ഈസ് നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ LP ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യമായിരുന്നു. ദേശീയ ശാസ്ത്ര ദിനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത് എന്നാണ് നല്ല ചോദിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ഓർത്തിരിക്കേണ്ട പേര് CV രാമൻ എന്നുള്ളതാണ്. നമ്മുടെ GK ചോദ്യം ഇന്നത്തേത്. അദ്ദേഹമാണ് CV രാമൻ. ഫെബ്രുവരി 28 ഓർത്തിരിക്കുക. അപ്പോ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. ഹെർബ്സ്, ശ്രബ്സ്, ട്രീസ്. ശ്രബ്സ് കുറ്റിച്ചെടികൾ എന്നാണ് വാക്ക്. കുറ്റിച്ചെടികൾ. ബാക്കിയൊക്കെ ഹെർബ്സ് ഔഷധികൾ, ശ്രബ്സ് കുറ്റിച്ചെടികൾ, ട്രീസ് മരങ്ങൾ. ഇവയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചാണ് ഇത്തരത്തിലൊരു തരംതിരിവ് നടത്തിയേക്കുന്നത്. 1 അതിന്റെ തണ്ട്, 2 അതിന്റെ വലിപ്പം, 3 അതിന്റെ കാലാവധി, എത്ര നാള് ജീവിച്ചിരിക്കും. ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് അതൊരു ഹെർബാണോ, ശ്രബാണോ, ട്രീ ആണോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതില് ആദ്യത്തേത് ഏറ്റവും ചെറുത്. നമ്മൾ ഇന്നലെ പറഞ്ഞു H ആദ്യം വരുന്ന അക്ഷരം, അപ്പൊ H ചെറുത്. S പിന്നീട് വരുന്ന അക്ഷരം, അപ്പൊ അത് ഇച്ചിരി കൂടെ വലുത്. T അതിനുശേഷം വരുന്ന അക്ഷരം, അപ്പൊ അത് ഏറ്റവും വലുത്. ട്രീ ആണ് ഏറ്റവും വലുത്. ബഹുവർഷ സസ്യങ്ങളാണ്, ഒരുപാട് നാള് ജീവിച്ചിരിക്കും. സിംഗിൾ മെയിൻ ട്രങ്ക് ആണുള്ളത്. വളരെയധികം വർഷങ്ങൾ ജീവിച്ചിരിക്കും. ഡീപ്പ് റൂട്ട്സ് ഉണ്ട്. വെറ്റാളാണ്. ഈ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതേസമയം ഔഷധികളാണെങ്കിൽ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്, സ്മാൾ ആണ്. ഫൈബ്രസ് റൂട്ട് അല്ലെങ്കിൽ ഷാലോ റൂട്ട് ആണ്. മാസങ്ങൾ മാത്രമോ അല്ലെങ്കിൽ ഒരു സീസണിലോ മാത്രമോ ജീവിച്ചിരിക്കുന്നവയാണ് മിക്കതും. ഫോർ എക്സാമ്പിൾ നമ്മളെ പയർ പറയുന്നു. പയർ നട്ട് കുറച്ച് നാൾ ആ വിളവോടുകൂടി ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അല്പം കൂടി വ്യത്യാസമാണ് ശ്രബ്സ്. ഇപ്പൊ നമ്മളൊരു റോസാ ചെടി, ഒരു ചെമ്പരത്തി ചെടിയൊക്കെ ആലോചിച്ച് നോക്കും. അത് കുറെ നാൾ കൂടി നീണ്ടു നിൽക്കും. ഇടത്തരം വലുപ്പമാണ്. പക്ഷെ എന്താണ്, അത് ബഹുവർഷ സസ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കുറച്ച് സസ്യങ്ങൾ തന്നിട്ട് അത് ഹെർബ്സ് ആണോ, ശ്രബ്സ് ആണോ, ട്രീസ് ആണോ എന്ന് എടുത്തെഴുതാനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ പേരൊന്ന് വായിച്ചു നോക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുറിക്കുകയോ ചെയ്യാം. പ്രധാനപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കോളം വരച്ച്, ബുക്കില് കോളം വരച്ച് എഴുതാം. ഒരു ഫുൾ പേജ് എടുക്കുക, 2 സൈഡും വരുന്ന രീതിയിൽ. എന്നിട്ട് ബുക്കിനെ ചരിച്ചു വെച്ചോ മറ്റോ എഴുതുക. ഒരു പേപ്പറിൽ ഇത് കൊള്ളാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ അപ്പുറം ഇപ്പുറം കൂടെ ചേർത്ത് പേജ് ചരിച്ചു വെച്ച് എഴുതുന്നതായിരിക്കും ബുക്കിൽ കൊള്ളിപ്പിക്കാൻ എളുപ്പം. അപ്പം ആലോചിച്ച് നോക്കുക. മനസ്സിൽ ഔഷധി എന്ന് പറയുമ്പോൾ ചെറിയ സസ്യങ്ങളെ ആലോചിക്കുക. ഇതിൽ ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട്. ഇപ്പൊ പപ്പായ മരം പറയുമ്പോൾ നമ്മൾ മരമായിട്ട്, വലിയ മരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വാഴ, അതും വലിയ മരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് 2 ഔഷധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അത് 2 ഹെർബ്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് നോക്കുക. അതിന്റെ തണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. തണ്ടിന് അത്രയും കടുപ്പമൊന്നുമില്ലല്ലോ. തണ്ട് നമുക്ക് വെട്ടിപ്പൊളിക്കുക അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ളതാണല്ലോ. അങ്ങനെയുള്ളതും കൂടെ ആലോചിച്ച് നോക്കുക. ചില ചെറിയ ഉദാഹരണങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ സംശയങ്ങൾ വരാം. അത്തരത്തിൽ സംശയങ്ങൾ വരുന്ന 2 കാര്യങ്ങളാണ് പപ്പായയും അതിനോടൊപ്പം വാഴയും. അത് 2 ഔഷധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, റോസ് ശ്രബ്സിന്റെ കൂട്ടത്തിലാണ്. ട്രീസ് സംശയമൊന്നും വരില്ല, ട്രീസ് തെറ്റിപ്പോവുകയൊന്നുമില്ല. ഓക്കെ, ഇനി ഇന്നലെ പഠിച്ചൊരു ചോദ്യമായിരുന്നു, ആർ ഓൾ ദ പ്ലാന്റ്സ് ദ സെയിം, വാട്ട് ആർ ദ ഡിഫറൻസ്? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹെർബ്സ്, ശ്രബ്സ്, ട്രീസ്. HST എന്ന് ആലോചിക്കുക. HST ഹൈസ്കൂൾ ടീച്ചർ എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. HST ഹൈസ്കൂൾ ടീച്ചർ. HST
ഹെർബ്സ്, shrubs, ട്രീസ്, അങ്ങനെ ആലോചിച്ച് നോക്കുക. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാളെ ഇനി ഇതിന്റെ നോട്ടായിട്ട് ഓരോന്നിന്റെയും സെപ്പറേറ്റ് നോട്ടായിട്ട് കൂടി ഇത് നൽകുന്നതാണ്. നമ്മൾ ടേബിൾ രീതിയിൽ പറഞ്ഞു, നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോന്നിന്റെയും സവിശേഷതകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ നൽകുന്നതാണ്. ഈ ടോപ്പിക്ക് ഒരു തവണയും കൂടെ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും വിജയാശംസകൾ. നമ്മുടെ ഈ നോട്ടുകൾ